ഹായ് ഹലോ, ഇന്ന് നമ്മൾ പോകാൻ വന്നു ഒരു അടിപൊളി മാർക്കറ്റിലേക്കാണ്. ഡൽഹിയിൽ ഒരുപാട് മാർക്കറ്റ് ഉണ്ട്, അറിയാലോ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജൻപത് മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നത്. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ളതും പിന്നെ ചിലവ് കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള മാർഗ്ഗമാണ് മെട്രോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മെട്രോയിൽ തന്നെയാണ് ആശ്രയിക്കാറ്. ഈ പ്രാവശ്യവും നമ്മൾ പോകുന്നത് മെട്രോയിലാണ്. ബാറ്റ ചോക്ക് മെട്രോയിൽ നിന്ന് ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു ജൻപത് മാർക്കറ്റിലേക്ക്. മെട്രോ ഉള്ളത് കൊണ്ടാണ് ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് കുറച്ചെങ്കിലും ഒരു ആശ്വാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയ ടൈമിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് ആൻറ്റിക് ഷോപ്സാണ്. നമ്മൾ മാർക്കറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ വരിയായിട്ട് ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ആൻറ്റിക് ഐറ്റംസും അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളെ ടിബറ്റൻ മാർക്കറ്റും എല്ലാം ആ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. കമ്മലുകളോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് കമ്മലൊക്കെ കിട്ടുന്ന ഒരു പ്ലേസാണ് ജൻപത് മാർക്കറ്റ്. റേറ്റിനേക്കാളും കൂടുതൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ നാട്ടിൽ 300-നും 400-നും ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ 100 rupees കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരു അത്തർ കട ഉണ്ടായിരുന്നു. അവിടെ ഇല്ലാത്ത അത്തറുകളേ ഇല്ലായിരുന്നു. പല വെറൈറ്റി ആയിട്ടുള്ള അത്തറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാംഗിൾസിൻ്റെ ഒരു അടിപൊളി ഇപ്പോഴത്തെ ടൈപ്പ് സ്പൈറൽ ബാംഗിൾസും അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല വീടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഷോക്കേസ് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് എല്ലാം ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സരോജിനി മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാർ അത്ര ബാർഗെയിൻ ചെയ്യാൻ സമ്മതിക്കില്ല നമ്മളെ. പക്ഷേ സരോജിനി മാർക്കറ്റിൽ ഒരുപാട് ബാർഗനിങ് ഒക്കെ പോസിബിളാണ്. ആ ഒരു മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വാങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതായത് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിരക്കാണ്. അതിൻ്റെ പുറത്തുള്ള ഷോപ്പുകളിലാണ് കൂടുതലായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ നോക്കി മേടിക്കാനായിട്ട് അവസരം കിട്ടും. ഈ ഒരു കോമ്പസ് സംഭവം നല്ല അടിപൊളിയായിരുന്നു. നല്ല ക്ലാസിക് കളക്ഷനാണ്. പക്ഷെ നല്ല റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ആൻറ്റിക് കളക്ഷൻസിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഈ ടൈപ്പ് വളകൾക്കൊക്കെ ഒരു 100-150 രൂപയായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള ആൻറ്റിക് കളക്ഷൻസിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാജസ്ഥാനി കുർത്തകൾ, കാശ്മീരി കുർത്തകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിൻ്റർ കളക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള ലേഡീസ് ഐറ്റംസിനാണ്. ഡ്രസ്സിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ സ്ട്രീറ്റ് മാർക്കറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് കേട്ടോ ഇതുപോലുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുക. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇതിലൊന്നും വലിയ സംഭവമായിട്ട് തോന്നില്ല. നമ്മൾ മോൾസിലൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന ആ ഒരു ഫീലല്ല ഇതുപോലുള്ള സ്ട്രീറ്റ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യുമ്പം. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആ വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ ഇതുപോലുള്ള ഡൽഹിയിലെ മാർക്കറ്റൊക്കെ പോയാൽ ഒരു രസം, സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ തോന്നുള്ളൂ. അല്ലാത്തവർക്ക് ഇത് ഭയങ്കര മിസ്സപ്പായ പോലെ തോന്നും. ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഓർണമെൻറ്റ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സ്ഥലത്ത് പോയത് ഈ ഓർണമെൻറ്റ്സിൻ്റെ ഭാഗത്താണ് കുറേ നേരം പോയി നിന്നത്. പിന്നെ കുർത്താസ് കാര്യങ്ങളൊക്കെ കുറച്ച് ടൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇതേപോലത്തെ ഒരു കമ്മലെടുത്തു. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു കമ്മൽ. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നു. പല ഡിസൈനിലുള്ള നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കുറവായിട്ട് എനിക്കിവിടെ തോന്നി. പിന്നെ ഒരുപാട് ടൈപ്പ് ബ്രേസ്ലെറ്റ് ഐറ്റംസ് ഒക്കെ ഇല്ല, അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അല്ലാത്ത നോർമൽ വെയർസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇപ്പം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ചോദിച്ചാൽ ഇല്ലയെന്നേ ഞാൻ പറയൂ.
അതായത് നിങ്ങൾ വിൻ്റർ കളക്ഷൻസൊക്കെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ വന്നാൽ ഓക്കെയാണ്. അല്ലാതെ നിങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ നോർമൽ ക്ലോത്ത്സിനാണെങ്കിൽ ഈ ഒരു സമയം ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും നല്ല സമയവും. അതായത് അത്ര തണുപ്പും തുടങ്ങിയിട്ടില്ല ഇവിടെ, പിന്നെ നല്ല ചൂടും ഇല്ല. അതുകൊണ്ട് നമുക്ക് പോയി വരാനൊക്കെ എളുപ്പം ഈ ഒരു സമയത്താണ്. പക്ഷേ കേരളത്തിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സീസൺ അല്ല ഇത്. പക്ഷേ നമുക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ആയതുകൊണ്ട് നമുക്കൊക്കെ ഇവിടുന്ന് ഇപ്പോൾ ടൈമിൽ ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാനൊക്കെ പറ്റും. ഞാൻ പോയതൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് വിൻ്ററിൽ ഇടുന്ന ടൈപ്പ്, പിന്നെ ജീൻസ്, പാൻസ്, അതുപോലെയുള്ള ഐറ്റംസ് ഗേൾസിനും ബോയ്സിനും ഉണ്ടായിരുന്നു. പക്ഷേ ഈവനിങ് ആവും തോറും ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ ഇത്ര തന്നെ തിരക്കില്ലായിരുന്നു. പക്ഷേ സൺഡേ ആയതുകൊണ്ടാണോ അതോ ഡെയിലി ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, നല്ല തിരക്കിട്ടായിരുന്നു അത്യാവശ്യം. പക്ഷേ ബാഗിനൊക്കെ ചില ഷോപ്പിൽ പറയുന്ന റേറ്റ് വേറെയാണ്. പക്ഷേ വേറൊരു ഷോപ്പിൽ ഞാൻ ചോദിച്ചപ്പോൾ അതിലും റേറ്റ് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇവർ തീരെ ബാർഗെയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല. അത് ഇവിടുത്തെ ഒരു നെഗറ്റീവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിനേക്കാളും നല്ല നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത് കരോൾ ബാഗിലാണ്. അവിടുത്തെ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസും കിട്ടും. നമുക്ക് നന്നായിട്ട് ബാർഗെയിനൊക്കെ ചെയ്യാം. പിന്നെ ഷൂവിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ്, പിന്നെ ബ്രാൻഡഡിൻ്റെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസും കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കിട്ടുക കരോൾ ബാഗിലാണ്, പ്രത്യേകിച്ച് ബോയ്സിന്. ഗേൾസിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വെറൈറ്റി ഐറ്റംസ് കിട്ടുക സരോജിനി നഗർ മാർക്കറ്റാണ്. ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഇതിനു മുമ്പും ഈ ഒരു മാർക്കറ്റുകളൊക്കെ അരിച്ചു പെറുക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടില്ല. അതാണ് എൻ്റെ ഹൈലൈറ്റ്. പക്ഷേ എല്ലാ മാർക്കറ്റിലും എങ്ങനെയൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത് എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട് ഇപ്പോൾ. ഈ ഒരു ബാഗാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ തിരഞ്ഞിട്ട് എനിക്കാകെ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൈസ് റേഞ്ചിന് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഞാൻ ഇങ്ങനെ ഷോപ്പ് ചെയ്യാറില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഇങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അധികം വിൻ്റർ ഐറ്റംസാണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഇതുപോലെയുള്ള ഇയറിങ്സും ഇതേപോലെയുള്ള റിങ്സും ഒക്കെ ഇവിടെ നല്ല അഫോർഡബിൾ റേഞ്ചിലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിലാണ് നമുക്കിത് കിട്ടുക ഇവിടുന്ന്. പക്ഷേ നാട്ടിലൊക്കെ എനിക്ക് തോന്നി അതിനേക്കാളും റേറ്റ് ഉണ്ട്. ഇവിടെ ഒരു 50 റുപ്പീസിന് 100 റുപ്പീസിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഈവനിങ് ആകും തോറും ഭയങ്കര തിരക്കായിരുന്നു. ഈ കോട്ടിൻ്റെയൊക്കെ സെക്ഷൻസ് ഇല്ലേ, അതേപോലെ ഹൂഡീസ്, അതിനൊക്കെ ആയിരുന്നു ഒരുപാട് ആൾക്കാർ വന്നത്. കാരണം ഇവിടെ വിൻ്റർ തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുത്തത് ഏകദേശം ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് INA മാർക്കറ്റിലായിരുന്നു. അപ്പോൾ അവിടെ കേരള സ്റ്റോർ ഉള്ളതുകൊണ്ട് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കേരളത്തിലുള്ള എല്ലാ ഐറ്റംസും കിട്ടും. ഇവിടെ പഴംപൊരി കിട്ടും, അതാണ് ഏറ്റവും വലുത്. നമുക്ക് ഈ ഒരു പഴം, നേന്ത്രപ്പഴം, നമ്മുടെ താമസിക്കുന്ന ഉത്തരാഖണ്ഡിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുമ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞാൻ ആദ്യമൊന്നും ഈ പഴം കഴിക്കുകയില്ലായിരുന്നു. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ അത് കാണുമ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലെത്തിയൊരു ഫീലാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് കടകളുണ്ട്, മലയാളി കടകൾ. അവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റവും ഉണ്ട്. ഉണ്ണിയപ്പം, പിന്നെ നമ്മുടെ ചിപ്സ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാടൊന്നും അങ്ങനത്തത് മേടിച്ചില്ല. കാരണം നമ്മൾ നെക്സ്റ്റ് മന്ത് നാട്ടിലേക്കൊക്കെ പോകാനുള്ള ഒരു ടൈം ആവാനായതുകൊണ്ട് തന്നെ നമ്മളൊന്നും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും മേടിച്ചില്ല. അങ്ങനെ കുറച്ച് കേരള ഐറ്റംസൊക്കെ മേടിച്ചെടുത്ത് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഭയങ്കര സഫക്കേഷൻ ഫീൽ ചെയ്യും. കാരണം ഞങ്ങൾ ഉത്തരാഖണ്ഡിലായതുകൊണ്ട് തന്നെ അവിടെ നല്ല അടിപൊളി ക്ലൈമറ്റ്, അതായത് മലിനീകരണം ഒന്നും ഇല്ല അവിടെ. പക്ഷേ ഡൽഹിയിലാണെങ്കിൽ ഭയങ്കര പൊല്യൂഷനാണ്. അപ്പം നമ്മുടെ ഡൽഹി വിശേഷങ്ങൾ തീരുന്നിട്ടില്ല. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.